രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് നിയമസഭയിൽ എത്തിയതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ വാർത്തകൾ ഒന്ന് നോക്കിയാൽ മതിയാകും. കാര്യങ്ങളെ വളച്ചൊടിച്ചും തേച്ചു മാറ്റിയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ താനും ഒരു കറ കളഞ്ഞ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് രാഹുൽ തെളിയിച്ചിട്ടുണ്ട്. അവിടെ സർവകലാശാല നിയമ ഭേദഗതി വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നടത്തിയത് വെർബൽ ഡയറി ആണെന്ന മന്ത്രിയുടെ പരാമർശമാണ് വിവാദത്തിനിടയായത്. പുതിയ അംഗത്തെ അപമാനിക്കുന്ന വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയുണ്ടായി. പരാമർശം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറയുകയുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നടുക്കളത്തിൽ ഇറങ്ങി പ്രതിഷേധം അറിയിച്ചു. കോൺഗ്രസ് പിന്നെ അസഭ്യമൊന്നും പറയാത്ത പാർട്ടി ആയതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നേതാവേ, കഴിഞ്ഞ വർഷം യോഗത്തിൽ വി.ഡി. സതീശൻ എത്താൻ വൈകിയപ്പോൾ സുധാകരൻ ഉപയോഗിച്ചെന്തോ ഒരു വാക്കുണ്ടല്ലോ, എന്തെന്നത്? ബിൽ സംബന്ധിച്ച് മന്ത്രിക്ക് അറിവില്ലെന്നും സർവകലാശാലയെ അടക്കി ഭരിക്കാൻ മന്ത്രിക്ക് ആർത്തിയാണെന്നും രാഹുൽ പറഞ്ഞതാണ് ബിന്ദുവിനെ ചൊടിപ്പിച്ചത്. എന്റെ മകന്റെ പ്രായമുള്ള ആൾക്ക് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം. നാലാംകിട കുശുമ്പും നുണയും ചേർത്താണ് രാഹുൽ ഇവിടെ പ്രസംഗിച്ചത് എന്ന് മന്ത്രി ബിന്ദു രോഷത്തോടെ പ്രതികരിക്കുകയുണ്ടായി. രാഹുൽ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി മൈക്കില്ലാതെ പോടാ ചെറുക്ക എന്ന് പറഞ്ഞുവെന്നും മന്ത്രിസ്ഥാനത്തിരിക്കാൻ ആർ ബിന്ദുവിന് യോഗ്യതയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എനിക്ക് സംശയം അതല്ല, മൈക്കില്ലാതിരുന്നിട്ടും സതീശൻ ഇതെങ്ങനെ കേട്ടു എന്നാണ്. ബിന്ദു മിനിസ്റ്ററുടെ വായിലായിരുന്നോ സതീശൻ കസേരയിട്ടിരുന്നത്? ഒടുവിൽ പിച്ചിന്നും മാന്തിന്നും കോക്കർ കാണിച്ചെന്നും ഒക്കെ പറഞ്ഞ് മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം അങ്ങ് ഇറങ്ങിപ്പോയി. ഭരണപക്ഷത്തിനെതിരെ കുശുമ്പ് കുത്തി എങ്ങനെ വിഷയം മാറ്റുമെന്ന് കരുതി ഇരുന്നപ്പോഴാ സതീശൻ തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചത്. അല്ലെങ്കിൽ മന്ത്രിസഭയുടെ വാക്കുകൾക്കിടയിൽ തൊലി ഉരിഞ്ഞു പോയേനെ. ബി.ജെ.പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കാൻ കൊണ്ടുവന്ന ബില്ല് ഉപയോഗിച്ച് CPM സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ രാജ് മാറ്റി മന്ത്രിരാജ് ആക്കിയിരിക്കുകയാണെന്നും സർവകലാശാലകളെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി നിയമം വായിക്കുമ്പോൾ വ്യക്തമാകുമെന്നും നിയമത്തിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണ് മന്ത്രി AP അനിൽകുമാറിനെ പോലെ മുതിർന്ന അംഗങ്ങളെ പുച്ഛവും പരിഹാസവും വാരി വിതറി സഭയിൽ നേരിടുന്നുവെന്നും വൈസ് ചാൻസലറെ ഒഴിവാക്കി മന്ത്രിക്ക് അടക്കി ഭരിക്കാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നതുമാണ് രാഹുൽ പറഞ്ഞത്. മാത്രമല്ല, കൽപ്പാന്ത കാലത്തോളം താനായിരിക്കില്ല മന്ത്രി എന്നാണ് ആർ ബിന്ദു എപ്പോഴും മറുപടി പറയുക. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം 8 മാസം കൂടിയേ ഉള്ളൂ എന്നും അത് കഴിയുമ്പോൾ UDF മന്ത്രി വരുമെന്നും രാഹുൽ പറയുകയുണ്ടായി. ചപല വ്യാമോഹങ്ങൾ അല്ലാണ്ടെന്താ.